ഒട്ടേറെ ചിത്രങ്ങളിലൂടെയും സ്വതന്ത്ര നിലപാടുകളിലൂടെയും മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ച സംവിധായകനാണ് വിനയൻ. അടുത്തിടെ ഇറങ്ങിയ കലാഭവൻ മണിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ ചാലക്കുടിക്കാരൻ ചെങ്ങാതിക്ക് ശേഷം അടുത്ത ചിത്രത്തിലേക്ക് കടക്കുകയുമാണ് വിനയൻ. വമ്പൻ ഹിറ്റായിരുന്ന ആകാശഗംഗയുടെ 2ാം ഭാഗമാണ് വിനയൻ ഒരുക്കുന്നത്. ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് വിനയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. വിനയന്റെ പോസ്റ്റ്: പ്രിയ സുഹൃത്തുക്കളെ, 1999 റിലീസ് ചെയ്ത് 150 ദിവസം തിയേറ്ററുകളിൽ ഓടുകയും മലയാള സിനിമയിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറുകയും ചെയ്ത ആകാശഗംഗയുടെ 2ാം ഭാഗമാണ് ഞാനുടനെ ചെയ്യുന്ന സിനിമ. അടുത്ത മാസം ഏപ്രിലിൽ ചിത്രീകരണം ആരംഭിക്കും. അത് കഴിഞ്ഞ് മോഹൻലാൽ ചിത്രത്തിന്റെ പണിപ്പുരയിലേക്കും കയറാമെന്ന് കരുതുന്നു. ജയസൂര്യ നായകനാകുന്ന ചിത്രത്തിന്റെയും നങ്ങേലി എന്ന ചരിത്ര സിനിമയുടെയും പേപ്പർ ജോലികൾ നടക്കുന്നു. ആകാശഗംഗയിലേക്ക് ഒരു പുതുമുഖ നായികയെ തേടുകയാണ്. 17-നും 22-നും ഇടയിൽ പ്രായവും 5 അടി 4 ഇഞ്ചിന് മുകളിൽ പൊക്കവും അഭിനയ താല്പര്യവുമുള്ള പെൺകുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ ഈ ഫേസ്ബുക്ക് പേജിലേക്ക് ഫോട്ടോയും ഫോൺ നമ്പരും ഉൾപ്പെടെ മെസ്സേജ് ചെയ്താൽ പരിഗണാർഹരായവരെ സെലക്ട് ചെയ്യാനായി ക്ഷണിക്കുന്നതാണ്. 1999 സാങ്കേതികതയൊന്നും ഇത്രയധികം പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്താണ് വിനയൻ ആകാശഗംഗ എന്ന ചിത്രം പുറത്തിറക്കുന്നത്. പല വിയോജിപ്പുകൾക്കിടയിലും ലക്ഷണമൊത്ത യക്ഷിക്കഥകളിലൊന്നായി ഇന്നും പ്രേക്ഷകർ പറയുന്ന ചിത്രമാണ് ആകാശഗംഗ. 20 വർഷത്തിനു ശേഷം ചിത്രത്തിന്റെ 2ാം ഭാഗം എത്തുന്നത്. ആകാശഗംഗ 2 വരുമ്പോൾ എല്ലാം കൊണ്ടും പുതിയ സാങ്കേതിക വിദ്യകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാണ് വിനയൻ പറയുന്നത്. മിക്കവാറും 3D രൂപത്തിലാകും ചിത്രമെത്തുക. പഴയ കഥയുടെ തുടർച്ചയായിട്ടാണ് ആകാശഗംഗ 2 ചിത്രീകരിക്കുന്നത്. മായ എന്ന കഥാപാത്രം ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ് വീട്ടുകാർ ഉണ്ണിക്ക് തിരികെ നൽകുന്നതായിട്ടാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത്. 2ാം ഭാഗത്തിൽ ദിവ്യ ഉണ്ണിയില്ല. പ്രസവത്തോടെ മരിച്ചു പോകുന്നതായാണ് കാണിക്കുന്നത്. നായകൻ റിയാസ് സിനിമയിലുണ്ടാകും. 20 വർഷത്തിന് ശേഷമാണ് റിയാസ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മായയുടെയും ഉണ്ണിയുടെയും മകളിലൂടെയാണ് കഥ പോകുന്നത്. മായയുടെ ദേഹത്ത് യക്ഷി കയറിയ സമയത്ത് ഗർഭം ധരിച്ച കുട്ടിയായതുകൊണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട്. അവൾ അമ്മയുടെ 20ാം ചരമവാർഷികത്തിന് കോവിലകത്ത് തിരികെ എത്തുമ്പോഴുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. MBBSന് പഠിക്കുന്ന 20കാരിയായിട്ടാണ് ആ കുട്ടിയെ കാണിക്കുന്നത്. അതിനു പറ്റിയ പുതുമുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രം ഏപ്രിലിൽ ആരംഭിക്കും. പഴയ ലൊക്കേഷനായ ഒളപ്പമണമനയിൽ തന്നെയാണ് 2ാം ഭാഗത്തിന്റെയും ഷൂട്ടിംഗ് എന്ന് വിനയൻ പറയുന്നു. കുട്ടനാട്ടിലെ വിനയന്റെ തറവാട്ടിൽ കാവും ഏഴിലമ്പാലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ദാസിപ്പെണ്ണിനെ തമ്പ്രാക്കന്മാർ ചേർന്ന് കൊന്നിട്ട് അവർ യക്ഷിയായി മാറിയെന്നാണ് സങ്കല്പം. തറവാട്ടിലെ കാവിൽ വർഷം തോറും സിനിമയിൽ കാണിക്കുന്നത് പോലെയുള്ള തുള്ളൽ നടത്തും. വെല്ലിച്ചൻ കയറിയതാണെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ തുള്ളി ഉറയാറുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് കേട്ട കഥയിൽ നിന്നും കണ്ട കാഴ്ചകളിൽ നിന്നുമാണ് വിനയൻ ആകാശഗംഗയുണ്ടാക്കുന്നത്. ജയസൂര്യ ചിത്രത്തെക്കുറിച്ചും വിനയൻ പറയുന്നു. ജയസൂര്യയെ നായകനാക്കി നങ്ങേലി എന്ന ചരിത്ര സിനിമയാണ് എടുക്കുന്നത്. ജയൻ തന്നെയാണ് ഒരുമിച്ചൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യനിൽ ഡയലോഗ് പോലുമില്ലാത്ത കഥാപാത്രത്തെയാണ് ഭംഗിയായി അവതരിപ്പിച്ചത്. അതിനുശേഷം സിനിമയ്ക്ക് വേണ്ടി ജയൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ആ പ്രയത്നമുള്ള ഫലമാണ് സംസ്ഥാന അവാർഡ്. മോഹൻലാലുമായുള്ള വഴക്ക് അവസാനിച്ചതിനെ പറ്റിയും വിനയൻ മനസ്സു തുറക്കുന്നു. ഒരു ചിരിയിൽ ആ വഴക്കില്ലാതായി എന്ന് പറയുന്നതാകും ശരി. ഞാനും മോഹൻലാലും തമ്മിൽ ഒരുമിക്കാനുള്ള കാരണം ആന്റണി പെരുമ്പാവൂരാണ്. ഒരുമിച്ചൊരു സിനിമയെക്കുറിച്ച് ആലോചിച്ചാൽ നല്ലതല്ലേ എന്ന് ആന്റണി പറഞ്ഞ ശേഷമാണ് മോഹൻലാലിനെ കാണുന്നത്. പരസ്പരം കണ്ട് ചിരിച്ചതോടെ ആ പിണക്കം അലിഞ്ഞുപോയി. മനസ്സിൽ ആരോടും സ്ഥിരമായി പകയോ ദേഷ്യമോ സൂക്ഷിക്കാത്ത ആളാണ് മോഹൻലാൽ. വ്യക്തിപരമായി എനിക്ക് ആരോടും പ്രശ്നമില്ല, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, വിനയൻ പറയുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.